പത്മിനി, സത്യമാണോ ഈ കേട്ടതൊക്കെ? അമ്മ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞത് സത്യമാണോ? അതെ ഏട്ടാ. എന്നിട്ട് എന്താ എന്നെ വിളിച്ച് അറിയിക്കാതിരുന്നത്? അത് മോശമല്ലേ ഏട്ടത്തി? ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ ഇറക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെ ചെയ്യുമായിരുന്നില്ലേ? അവന് ശൗര്യം കേറി. സാർ, അറിയാതെ പറ്റിപ്പോയതാ. ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല്. വരുണേ, മാറി നിക്കട അങ്ങോട്ട്. അങ്ങനെ നീയും രാധിക ആരുടെയും കാലിൽ വീണിട്ടൊന്നും എന്നെ ഇവിടുന്ന് ഇറക്കാൻ നോക്കണ്ട. ഇതിനകത്തിട്ട് എന്നെ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ സാർ അങ്ങോട്ട് ചെയ്യട്ടടാ. കേട്ടോടാ, നിന്റെയൊക്കെ വാക്ക് കേട്ട് ഇവരെയാണ് ഞാൻ മോചിപ്പിക്കേണ്ടത്. കണിമംഗലം മാത്രമല്ല, പോലീസ് സ്റ്റേഷൻ കൂടി ഭരിക്കാന്ന് കരുതിയാണ് നിന്റെ മുത്തശ്ശി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ഭരണചക്രം തിരിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു പഠിപ്പീരുണ്ട്. അത് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം ഇവരുടെ കാര്യം. കൊണ്ടുപോടാകത്തേക്ക്. ഇവിടെ ഈ സ്റ്റേഷന് പുറത്ത് നിൽക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അന്ന് പൊതുവഴിയിലിട്ട് എന്നെ തല്ലി ചതച്ചപ്പോ എന്നോട് പറഞ്ഞ ഓരോ വാക്കും തിരിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കണം. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളും ചിന്തിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും CI ചന്ദ്രമോഹനാണോ അതോ നിങ്ങളാണോ വലുതെന്ന്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം അറപ്പിക്കുന്ന പണിയൊന്നും എനിക്കില്ല. കടിച്ച പാമ്പിന്റെ മാളത്തിലേക്ക് പോയി അതിന്റെ ഉറ്റവരെയും ഉടയവരെയും അടക്കം തീയിട്ട് കൊല്ലുന്ന ഒരു ഏർപ്പാടുണ്ട്. കാണാൻ നമുക്ക്. വരുൺ, അയാൾ വാശി തീർക്കും. അയാളെ മുത്തശ്ശി എന്തെങ്കിലും ചെയ്യും. ഒരു മിനിറ്റ്, ഞാനൊരു അഡ്വക്കേറ്റിനെ വിളിക്കട്ടെ. ഹലോ സാർ, അഡ്വക്കേറ്റ് സിറേഖ്. ഏട്ടാ, ഏട്ടൻ വിവരം അറിഞ്ഞിട്ട് പോന്നാണോ? എന്ത് വിവരം? അയ്യോ, അപ്പൊ അമ്മയും വരണോ ഒന്നും വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ല. കാര്യം എന്താ? അയ്യോ, അതെന്താണാവോ ആരും വിളിച്ച് പറയാതിരുന്നേ? ഏട്ടൻ ഇവിടെ ഉണ്ടാവേണ്ട അത്യാവശ്യമുള്ള സമയല്ലേ ഇത്? നിങ്ങൾ വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാതെ കാര്യം എന്താന്ന് പറയൂ. മുത്തശ്ശിയെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തോണ്ട് പോയിരിക്ക. എന്താ എന്താ പറഞ്ഞേ? അമ്മ എന്തിനു പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണോ? അത് പിന്നെ പ്രിയങ്കയും അവളുടെ മുത്തശ്ശിയും എനിക്കൊരു പരാതി തന്നിട്ടുണ്ട്. വകുപ്പ് ഗാർഹിക പീഡന. പോലീസ് നിർദ്ദേശവും വനിതാ കമ്മീഷന്റെ ഉത്തരവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ടുപേരെയും നിങ്ങൾ ക്രൂരമായി തല്ലിച്ചതച്ചു. വിലങ്ങ് വയ്ക്കാൻ പറഞ്ഞല്ലോ. വേണ്ട വേണ്ട, അമ്മയെ വിലങ്ങ് വെക്കരുത് പ്ലീസ് സാർ, പ്ലീസ്. മാറാനല്ലേ പറഞ്ഞത്? ശത്രുക്കൾക്ക് മുന്നിൽ തോറ്റ് തലകുനിച്ച ചരിത്രമൊന്നും കണിമംഗലത്തുകാർക്ക് ഇല്ലടി. CI സാറങ്ങ് ജയിച്ചോട്ടെ.
ഏട്ടാ ഹാ പത്മിനി, സത്യമാണോ ഈ കേട്ടതൊക്കെ? അമ്മ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞത് സത്യമാണോ? അതെ ഏട്ടാ. എന്നിട്ട് എന്താ എന്നെ വിളിച്ച് അറിയിക്കാതിരുന്നത്? അത് മോശമല്ലേ ഏട്ടത്തി? ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ ഇറക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെ ചെയ്യുമായിരുന്നില്ലേ? എന്ത് കാര്യം എപ്പ ചെയ്യണോന്ന് അമ്മയ്ക്ക് ഒരു ധാരണയില്ല. ഞാൻ കരുതിക്കുട്ടി അറിയിക്കാതിരുന്നതല്ല, വരുന്ന വഴിയാണെന്ന് എനിക്കറിയാം. വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും അസ്വസ്ഥത തോന്നരുതെന്ന് കരുതിയിട്ടാ. കണിമംഗലത്ത് പോലീസ് വരിക, അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയി അല്ലേ പത്മിനി? വയസ്സുകാലത്ത് പോലീസ് സ്റ്റേഷനിൽ കയറാനുള്ള യോഗം അമ്മയ്ക്കുണ്ടായി. ഇനി കണിമംഗലം ഒന്നിച്ച് തകർന്നു വീണാൽ പോലും എനിക്കൊന്നും തോന്നില്ല. അതിനേക്കാളൊക്കെ ആഴമേറിയ കാര്യമാ സംഭവിച്ചത്. നിങ്ങൾ പറഞ്ഞത് സത്യമാ. പക്ഷേ കേൾക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താന്ന് കൂടി ഓർക്കായിരുന്നില്ലേ? ആ CA വന്നത് അയാള് പകരം വീട്ടാൻ വേണ്ടി ചെയ്തതാ. വരുണിന്റെ അധികം കൂടി ജാമ്യത്തിന്റെ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അവരമ്മയും കൊണ്ട് വരും. ഒന്ന് സമാധാനിക്ക്. എങ്ങനെ സമാധാനിക്കാനാടോ? എന്നെ വളർത്തി വലുതാക്കി ഒരു നിലയിൽ എത്തിച്ചിട്ട് മാന്യമായൊരു വിശ്രമ ജീവിതം കൊതിച്ചതാ എൻ്റെ അമ്മ. ഇതുവരെ നല്ല രീതിയിൽ അത് നടത്തിക്കൊടുക്കാനും എനിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ജാമ്യം എടുത്ത് തിരികെ വന്നാലും ഇതിന് ഞാൻ എന്ത് പകരം കൊടുക്കും പത്മിനി? ഈ നാണംകേട് എങ്ങനെ തീർക്കും? വിഷമിക്കല്ലേ, മനസ്സ് കൈവിട്ട് പോവല്ലേ. ഇതിനപ്പുറത്ത് മനസ്സ് കൈവിടാൻ എന്താ? സൂര്യ വിളിച്ചിരുന്നോ? ഇല്ല. വിളിക്കണ്ട, അവൻ ഓടിപ്പടഞ്ഞു വരും. അവനും ടെൻഷനാവും. എല്ലാവരും ഒരേ അവസ്ഥയിൽ നടക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനൊന്ന് സ്റ്റേഷൻ വരെ ചെല്ലട്ടെ. അയ്യോ വേണ്ട. വരുണൻ രാധിക എന്നെ വിളിച്ചിരുന്നു. അവര് വക്കീലിനെ ഏർപ്പാടാക്കി ജാമ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. മിക്കവാറും അമ്മയും കൊണ്ട് അവരിപ്പോ വരും. അതൊന്ന് ചോദിച്ചിട്ട് പോയാ മതി. പത്മിനി, അമ്മ പോലീസ് സ്റ്റേഷനിൽ കയറാൻ സാഹചര്യം ഉണ്ടാക്കിയവരോട് ഇനി ഒരു കാരുണ്യവും ഈ കുടുംബം കാണിക്കില്ല.